നമസ്കാരം. പുതിയ GST വന്നതിന് ശേഷം മാരുതി സുസുക്കിയുടെ വാഹനങ്ങൾക്ക് ഗണ്യമായിട്ടുള്ള വിലക്കുറവ് ഉണ്ടായിട്ടുണ്ട്. സാധാരണക്കാർ എപ്പോഴും ശ്രദ്ധിക്കുന്നത് മാരുതി സുസുക്കിയുടെ വാഹനങ്ങൾക്ക് എത്രത്തോളം വില കുറഞ്ഞു എന്നുള്ളതാണ്. കാരണം അവരുടെ ഒരു വാഹനങ്ങളുടെ ഒരു പോർട്ട്ഫോളിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾട്ടോ K10 മുതൽ ഇൻവിക്റ്റോ വരെ നീണ്ടു നിൽക്കുന്ന വിവിധ പ്രൈസ് റേഞ്ചുകളിലുള്ള വാഹനം ഉണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാരുതി സുസുക്കിയുടെ സെലേറിയോ എന്ന് പറയുന്നൊരു വാഹനം, തീർച്ചയായിട്ടും അതിൻ്റെ വേരിയൻറ്റിന് എത്രത്തോളം വില കുറഞ്ഞു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. നമ്മളിപ്പം GST മാറിയതിന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്ന ബഡ്ജറ്റ് സെഗ്മെൻറ്റുള്ള ഒരു വാഹനം മാരുതി സുസുക്കിയുടെ സെലേറിയോ ആണ്. ബോഡി ക്വാളിറ്റിയൊക്കെ കുറച്ച് പുറകോട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പെയിൻ ക്വാളിറ്റിയും അങ്ങനെ തന്നെയാണ്. മാക്സിമം 23-24 കിലോമീറ്ററൊക്കെ മൈലേജ് കമ്പനി പറഞ്ഞാൽ പോലും പ്രായോഗികമായിട്ട് നമ്മൾ ഓടിക്കുന്ന സമയത്ത് നമുക്ക് 17 കിലോമീറ്റർ 18 കിലോമീറ്ററൊക്കെയാണ് കിട്ടുന്നത് എന്ന പരാതിയൊക്കെ ഉള്ള ഒരു വാഹനം തന്നെയാണ്. പക്ഷേ സ്റ്റൈലിങ്, കംഫർട്ട്, സ്പേസ് ഇതെല്ലാം കുറച്ചും കൂടെ കൂടുതലാണ്. മാരുതി സുസുക്കി സെലേറിയോ എന്ന വാഹനത്തിന് 998 cc 3 സിലിണ്ടർ ഇൻലൈൻ 4 വാൽ DOC കൈൻഡ് ഓഫ് എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിലേക്ക് വന്നിട്ടുള്ളത്. നമുക്കറിയാവുന്ന K10C എന്ന് പറയുന്ന എഞ്ചിൻ തന്നെയാണ്. 66 bhp 5500 RPM ജനറേറ്റ് ചെയ്യുന്നു. 89 Nm ടോർക്ക്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 89 Nm ടോർക്ക് മാത്രമേ ഉള്ളൂ. അത് 3500 RPM ജനറേറ്റ് ചെയ്യുന്നു. 25.24 കിലോമീറ്ററൊക്കെയാണ് ARI സർട്ടിഫൈ ചെയ്യുന്ന മൈലേജ്. പക്ഷേ പ്രാക്ടിക്കലി നമുക്ക് 18 കിലോമീറ്ററൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഇനി ഹൈവേയിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ 21-22 കിലോമീറ്ററൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു വാഹനത്തിൽ നിന്നും ലഭിക്കാവുന്നതാണ്. എഞ്ചിൻ പേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗും നമ്മുടെ കോണ്ടൻറ്റൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. LXi, VXi, ZXi പ്ലസ് എന്നിങ്ങനെ 4 വേരിയൻറ്റിലാണ് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ ബേസ് വേരിയൻ്റായ LXiക്ക് 5,64,000 രൂപയായിരുന്നു എങ്കിൽ ഇപ്പോൾ പുതിയ GST പ്രകാരം 94,000 രൂപയുടെ കിഴിവുണ്ടായിട്ടുണ്ട്. അങ്ങനെ 4,70,000 രൂപ എന്നുള്ള പുതിയ റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും 13% റോഡ് ടാക്സ് സ്ലാബിൽ നിന്നും 11% റോഡ് ടാക്സ് സ്ലാബിലേക്ക് മാറി എന്നുള്ളതാണ്. 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിൽ എക്സ് ഷോറൂം പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ 13% റോഡ് ടാക്സ് ഈടാക്കുന്നത്. എന്നാൽ 5 ലക്ഷം വരെ 11% റോഡ് ടാക്സ്. ഇനി സെലേറിയോയുടെ VXi നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 ലക്ഷം രൂപയായിരുന്നു ആദ്യത്തെ പ്രൈസ്. പുതിയ GST പ്രകാരം 5,16,000 രൂപയായിട്ടത് മാറിയിട്ടുണ്ട്. 84,000 രൂപയുടെ ഒരു വ്യത്യാസം അവിടെ വന്നിട്ടുണ്ട്. ZXi എന്ന് പറയുന്ന വേരിയൻറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 6,39,000 രൂപ എന്നുള്ള വിലയിൽ നിന്നും പുതിയ GST പ്രകാരം 5,71,000 രൂപ എന്നുള്ള രീതിക്ക് മാറിയിട്ടുണ്ട്. 68,000 രൂപയുടെ ഒരു ഡിഫറൻസ് ആണ് വന്നിട്ടുള്ളത്. LXi, VXi, ZXi ഇത് മൂന്നും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വില വ്യത്യാസം വന്നിട്ടുള്ളത് LXiക്കാണ്. 94,000 രൂപയാണ്. അത് കഴിഞ്ഞാൽ VXi, അവിടെ 84,000 രൂപ. ഇനി സെലേറിയോയുടെ ZXi പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6,87,000 രൂപ വിലയുണ്ടായിരുന്ന ആ ഒരു വാഹനത്തിന് 59,000 രൂപയുടെ കിഴിവ് വന്നിട്ടുണ്ട്. 6,28,000 രൂപ എന്നുള്ള പുതിയ പ്രൈസിലേക്ക് ഈ ഒരു വാഹനം വന്നിട്ടുണ്ട്. ഇനി ഓട്ടോമാറ്റിക് തുടങ്ങുന്നത് തന്നെ VXiയിലാണ്. AGS ആണ്. ഇത് പ്യുർ ടോർക്ക് കൺവെർട്ടഡ് ഓട്ടോമാറ്റിക് ഒന്നുമല്ല, AMT ട്രാൻസ്മിഷനാണ്. അത് ആദ്യം മനസ്സിലാക്കുക. 6,50,000 രൂപ ആയിരുന്നെങ്കിൽ ഇപ്പോൾ പുതിയ GST പ്രകാരം 5,61,000 രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഇവിടെ 89,000 രൂപയുടെ ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇനി ZXi ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ AGS അതിന് മുൻപ് 6,89,000 ആയിരുന്നെങ്കിൽ ഇപ്പോൾ 6,16,000 രൂപ എന്ന പുതിയ എക്സ് ഷോറൂം പ്രൈസിലേക്ക് വന്നിട്ടുണ്ട്. പുതിയ GSTയുടെ ഒരു കിഴിവ് കാരണം നമുക്ക് ലഭിക്കുന്ന ലാഭമെന്ന് പറയുന്നത് 73,000 രൂപ എന്ന് പറയുന്ന വലിയൊരു ഡിഫറൻസ് ആണ്. ഇനി സെലേറിയോയുടെ ZXi പ്ലസ് ഓട്ടോമാറ്റിക് അതായത് AGS അതിന് 7,37,000 രൂപയായിരുന്നു ആദ്യത്തെ പ്രൈസെങ്കിൽ ഇപ്പോൾ 64,000 രൂപ കുറഞ്ഞ് പുതിയ GST പ്രകാരം 6,73,000 രൂപ ആയി മാറിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനം 4,70,000 തുടങ്ങി 6,73,000 എന്നുള്ള രീതിക്ക് അതിൻ്റെ പ്രൈസ് മാറിയിട്ടുണ്ട്. അതായത് എക്സ് ഷോറൂം പ്രൈസ് LXiക്ക് 4,70,000, ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള ZXi പ്ലസ് AGSന് 6,73,000 എന്നുള്ള രീതിക്ക് അതിൻ്റെ വില മാറിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും അത്യാവശ്യം സ്പേസ് വേണം, അത്യാവശ്യം കംഫർട്ട് വേണം. ഇത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വേരിയൻറ്റ് തന്നെയാണ് സെലേറിയോ. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾട്ടോയിലും അതായത് ഓൾട്ടോ K10ലും വാഗണാറിൻ്റെ 1 ലിറ്ററിലൊക്കെ കാണുന്ന ആ ഒരു സെയിം K10C എന്ന് പറയുന്ന എഞ്ചിൻ തന്നെയാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പവറൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 89 Nm ടോർക്ക് മാത്രമാണ് ഈ ഒരു വാഹനത്തിനുള്ളൂ. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ ഈ ഒരു വാഹനത്തിലേക്ക് പോകാനായിട്ട്.
തീർച്ചയായിട്ടും സാധാരണക്കാരന് ബൈക്കിൽ നിന്ന് ഒരു അപ്ഡേഷൻ എന്നുള്ള രീതിക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു വാഹനം തന്നെയാണ്. നല്ല നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. ഒരു കാര്യം കൂടി എടുത്തു പറയട്ടെ, കമ്പനിയുടെ ഭാഗത്തു നിന്നും ഷോറൂമിൻ്റെ ഭാഗത്തു നിന്നും ഡിസ്കൗണ്ടുകൾ ഉണ്ട്, അത് തുടരുന്നുണ്ട്. അത് ഇല്ല എന്ന് ഏതെങ്കിലും ഷോറൂം പറഞ്ഞാൽ അത് തെറ്റാണ്. തീർച്ചയായിട്ടും GST ബെനിഫിറ്റിൻ്റെ മുകളിൽ ഇത്തരത്തിലുള്ള ബെനിഫിറ്റ് കൂടി വരുമ്പോഴത്തേക്കും നല്ല ഒരു പ്രോഫിറ്റിൽ അല്ലെങ്കിൽ നല്ലൊരു ലാഭത്തിൽ നല്ലൊരു വിലക്കിഴിവിൽ നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കാം. നന്ദി, നമസ്കാരം.